സാധാരണ അല്പം കൂടി ക്രൗര്യഭാവത്തിലുള്ള ഫോട്ടോകളാണല്ലോ എൻ്റെ കൊടുക്കാറ്. ഇതിപ്പോൾ എന്തു പറ്റി? പിന്നെ അടിയന്തര നിർദ്ദേശം കൊടുക്കുന്ന DGPയോട് ഞാൻ കൊടുത്ത പരാതികൾ കൂടി വായിച്ചില്ലെങ്കിലും നോക്കാൻ പറയണം. നിഷ്പക്ഷനാണ് എന്ന് തെറ്റിദ്ധാരണയെങ്കിലും ഉണ്ടാകട്ടെ. അല്ലെങ്കിൽ ഇപ്പോൾ പിൻസീറ്റ് ഡ്രൈവ് നടത്തുന്ന ശശിയെ IPS ഹോണററി കൊടുത്ത് DGP ആക്കിയേക്ക്. ഞാൻ ഇതുവരെ എന്തേലും സൈബർ ആക്രമണം നടത്തുകയോ എനിക്കെതിരെ അങ്ങനെ ഒരു പരാതി ഉണ്ടോ? എന്നിട്ടും എൻ്റെ ചിത്രം എന്തിനാണ് കൊടുത്തേക്കുന്നത്? അപ്പോൾ ഈ മാധ്യമങ്ങൾക്ക് എനിക്കെതിരെ നടത്തുന്ന സൈബർ ആക്രമണത്തിന് ആര് കേസ് കൊടുക്കും? പിന്നെ എൻ്റെ കയ്യിലുള്ള തെളിവുകൾ പുറത്തുവിടാമെന്ന് പറയുമ്പോൾ തന്നെ എന്തിനാ ഇങ്ങനെ ഉറഞ്ഞു തുള്ളുന്നത്? അറ്റവും മുറിയുമല്ല, കോടതിയിൽ സമർപ്പിച്ചതും സമർപ്പിക്കാൻ പോകുന്നതുമായ എല്ലാ തെളിവുകളും പുറത്തുവിടാൻ ഞാൻ തയ്യാർ. എന്താണ് സത്യമെന്ന് എല്ലാവരും അറിയട്ടെ. സത്യത്തെ ആരാണ് ഭയക്കുന്നത്? എനിക്ക് ഭയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈരളി ന്യൂസിൽ വന്നിരിക്കുന്ന ഒരു കാർഡ് കൂടി പങ്കുവച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ കാർഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൈബർ അധിക്ഷേപം പോലീസിൽ പരാതി നൽകി രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ ബലാത്സംഗ കേസിലെ അതിജീവിതമാർ. പരാതി ഫെനി നൈനാനും നിയാസ് മലബാറിക്കുമെതിരെ എന്നതാണ് കാർഡിലുള്ളത്. ആരാണ് പരാതി നൽകിയിരിക്കുന്നത്? അതിജീവിതമാർ പരാതി നൽകിയത്രേ. എന്താ പരാതിയിൽ പറയുന്നത്? സൈബർ അധിക്ഷേപം എന്നാണ് പറയുന്നത്. അപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്, കൈരളി തന്നെ പറയുന്നു, പരാതി നൽകിയിരിക്കുന്നത് നിയാസ് മലബാറിക്കും ഫെനി നൈനാനുമെതിരെയാണ് അതിജീവിതമാർ പരാതി നൽകിയിരിക്കുന്നത്. പക്ഷേ കാർഡിലുള്ള ചിത്രം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതാണ്. കൈരളിയുടെ ഒരു കാര്യം, കൈരളിയുടെ മാത്രമല്ല കേട്ടോ, കേരളത്തിലെ എല്ലാ ദേശീയ മാധ്യമങ്ങളും അവർക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചിത്രം ഒക്കെ ആവശ്യത്തിലധികം ഉപയോഗിക്കുകയും പറയുകയും വളച്ചു കിട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം രാഹുൽ ചോദിക്കുന്നത് എൻ്റെ കയ്യിലുള്ള തെളിവുകൾ പുറത്തുവിടാമെന്ന് പറയുമ്പോൾ തന്നെ എന്തിനാ ഇങ്ങനെ ഉറഞ്ഞു തുള്ളുന്നത് എന്നാണ് രാഹുൽ ചോദിക്കുന്നത്. അത് തുള്ളും രാഹുലെ, അത് സ്വാഭാവികമാണ്. കാരണം ഇപ്പം നിങ്ങളൊരു കാര്യം ആലോചിക്കണം, നിയാസ് മലബാറിയുടെ പേര് പറഞ്ഞുകൊണ്ട് മറ്റൊരു കാര്യം അത് പിന്നീട് ഒരിക്കലാവാം, കാരണം അതിൽ കുറച്ച് വിശദമായിട്ട് പറയാനുണ്ട്. അത് ഉറഞ്ഞു തുള്ളുന്നതിന് കാരണങ്ങളുണ്ട്. കാരണം തെളിവുകൾ പുറത്തേക്ക് വരുമ്പോൾ, തെളിവുകൾ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ പരാതി കൊടുത്ത അവളുമാർക്കൊന്നും സമൂഹത്തിലൊന്ന് ഇറങ്ങി നടക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഈ അവളുമാരൊക്കെ പിന്നെ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല. ഇത്രയും കാലം നമ്മൾ കേട്ടത് ആരോ എഴുതി കൊടുത്ത പരാതിയിൽ ഒപ്പിട്ട് അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അടുക്കളയിൽ കൊണ്ടുപോയി കൊടുത്ത ആളുകൾ, അവർക്ക് ഈ മഞ്ഞാന്ന് നിങ്ങൾ ഏറ്റവും ഒടുവിലായിട്ട് സുപ്രീം കോടതിയിൽ കഴിഞ്ഞ ദിവസം രാഹുലിനെതിരെ പരാതി പറഞ്ഞ ആദ്യത്തെ യുവതി സുപ്രീം കോടതിയിൽ പോയി. എന്താ പറയുന്നത്? പരാതിയിൽ പറഞ്ഞത്, ആ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ പറഞ്ഞത് രാഹുലിൻ്റെ ജാമ്യം റദ്ദാക്കണം, രാഹുലിനെ ജയിലിലിടണം, രാഹുൽ എന്നെ കൊല്ലും. പിന്നെ പറഞ്ഞത് രാഹുലിന് ജാമ്യം നൽകുന്ന അവസരത്തിൽ ഹൈക്കോടതി നടത്തിയിരിക്കുന്ന പരാമർശങ്ങൾ നീക്കണം. എന്തുകൊണ്ട് ആ പരാമർശങ്ങൾ നീക്കണമെന്ന് പറയുന്നത്? അതിനൊരു കാരണം വേണമല്ലോ. ആ പറഞ്ഞ പരാമർശങ്ങൾ എന്തെങ്കിലും മോശമായിട്ടുള്ളതോ അവഹേളിക്കുന്നതോ അധിക്ഷേപിക്കുന്നതോ ആയ പരാമർശങ്ങളാണോ? അല്ല. പിന്നെ എന്തുകൊണ്ടാണ് ആ പരാമർശങ്ങൾ നീക്കണമെന്ന് പറഞ്ഞത്? അത് പരാതിക്കാരി പറഞ്ഞത് അത് ഈ വിചാരണ നടക്കുമ്പോൾ പറയേണ്ട കാര്യമാണ്. കോടതി കുറച്ച് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ വിചാരണ തുടങ്ങിയിട്ടില്ല, രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, അഡ്വാൻസായി പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ പരാതി കോടതിക്കിപ്പോൾ വിചാരണയൊക്കെ നോക്കേണ്ടി വരും, വാദങ്ങളും പ്രതിവാദങ്ങളും കഴിയേണ്ടി വരും. പക്ഷേ ജനങ്ങളുടെ മുന്നിൽ എൻ്റെ പരാതി ഊമ്പിപ്പോയ അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് ആ പരാമർശങ്ങൾ നീക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ കോടതി പരാമർശങ്ങൾ നീക്കണമെന്ന് പറഞ്ഞ കോടതിയുടെ രാഹുലിൻ്റെ പരാമർശങ്ങളല്ല കേട്ടോ, ഹൈക്കോടതിയുടെ പരാമർശങ്ങളാണ്. ഹൈക്കോടതി എന്താ പരാമർശം നടത്തിയത് അത് നിങ്ങൾക്കറിയോ? അതിൽ ഒന്നിങ്ങനെയാണ്, പരാതിയിൽ പറയുന്നു നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തിയെന്ന്. അപ്പോൾ കോടതി ചോദിക്കുക, രാഹുൽ ചില കാര്യങ്ങളൊക്കെ കോടതി കാണിച്ചപ്പോഴേ കോടതി ചോദിക്കുക,
ഇതിലെ ഈ പരാതിക്കാരി നിർബന്ധിച്ചു തന്നെ ഗർഭഛിദ്രം നടത്തി എന്ന് പറഞ്ഞ ആ പരാതിക്കാരി രാഹുലിനോട് പറയാ അബോർഷനുള്ള മരുന്ന് വേണം. അത് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. പിന്നെ പോരാത്തതിന് അത് എത്തിക്കേണ്ട സ്ഥലം, എത്തിക്കേണ്ട സമയം, എത്തിക്കേണ്ട ലൊക്കേഷനൊക്കെ അയച്ചു കൊടുക്കുക, ലൈവ് ലൊക്കേഷനൊക്കെ. അപ്പോൾ കോടതി ചോദിക്കുക, ഇതൊക്കെ ചെയ്തിട്ടും പിന്നെ എങ്ങനെ നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തി എന്ന് പറയുന്നത് എന്ന് കോടതി ചോദിക്കുക. പിന്നെ കോടതി ചോദിച്ചത്, നിങ്ങൾ ഈ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞതിന് ശേഷവും നിരവധി അനവധി തവണ നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്വമേധയാ അങ്ങോട്ട് പോയി ചെന്ന് കണ്ടുവല്ലോ, സന്ദർശിച്ചിരുന്നുവല്ലോ, അതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? ഈ രണ്ട് പരാമർശങ്ങളാണ്. അപ്പോൾ പരാതിക്കാരി പറയുന്നത് ഇത് ഇപ്പം പറയേണ്ട കാര്യമല്ല, കോടതി കുറച്ച് അഡ്വാൻസായി പറഞ്ഞു, അങ്ങനെ അഡ്വാൻസായി പറയാൻ പാടില്ല, അങ്ങനെയാണ് ആ പരാമർശങ്ങൾ നീക്കണമെന്ന് പറയുന്ന വാദം. പിന്നെ പറഞ്ഞത് രാഹുലിൻ്റെ ജാമ്യം റദ്ദാക്കണം, എന്നെ കൊല്ലും. നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ആരാ എന്നെ കൊല്ലുമെന്ന് പറയുന്നത്? രാഹുൽ തന്നെ കൊല്ലുമെന്ന് പറയുന്ന ആരാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ. ആരാ പറയുന്നത്? ഏതെങ്കിലും ഒരു ശത്രുവാണോ പറയുന്നത്? അല്ല, രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചു എന്ന് പറയുന്ന യുവതിയാണ് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം തന്നെ കൊല്ലുമെന്ന്. സ്വാഭാവികമായിട്ടും ഈ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ദിവസത്തിന് ശേഷം പല ആവർത്തി രാഹുലിനെ അങ്ങോട്ട് ചെന്ന് പലയിടങ്ങളിൽ വെച്ച് കണ്ട വ്യക്തി, കണ്ട യുവതി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ പീഡനം കഴിഞ്ഞിട്ടും പലതവണ നേരിട്ട് കണ്ടിട്ടും യുവതി സ്വമേധയാ രാഹുൽ മാങ്കൂട്ടത്തിനെ പോയി കണ്ടിട്ടും അന്നൊന്നും രാഹുൽ മാങ്കൂട്ടം യുവതിയെ കൊന്നിട്ടില്ല. ആ യുവതി പരാതി പറയാനും ഇപ്പം രാഹുലിൻ്റെ ജാമ്യം റദ്ദാക്കണമെന്ന് പറയാനും ജീവിച്ചിരിപ്പുണ്ട്. ഇനി വേറെ ഒരു കോമഡി, ഇതേ യുവതിയാണ് 2025 ഓഗസ്റ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വേറെ രണ്ടാൾക്കാർ ഉറഞ്ഞു തുള്ളി ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ ആ ആൾക്കാരെന്താ പറഞ്ഞത്? അവരും പറഞ്ഞ ഇതന്നെ, പരിചയപ്പെട്ട ആദ്യ മണിക്കൂറിൽ ദുരനുഭവം ഉണ്ടായി. എന്നാൽ ഈ പറഞ്ഞ ആളുടെ അമ്മയുടെ ബർത്ത്ഡേക്ക് അങ്ങോട്ട് വിളിക്കുക. ആരെ വിളിക്കുന്നു? ആര് വിളിക്കുന്നു? റിനിയാൻ ജോർജ് രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിക്കുന്നു. എന്നിട്ട് എന്താ പറയണത്? എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്, അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഒന്ന് വിഷ് ചെയ്യണം. ഇപ്പോൾ ആരോപണം ഉന്നയിച്ചത് മകള് മാത്രമാണോ? സംശയം ആർക്കും ഉണ്ടാവൂലേ, അല്ലേ? അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്താണെങ്കിലും ഈ പരാതിക്കാരി പീഡിപ്പിക്കപ്പെട്ടതിന് ശേഷം, പീഡിപ്പിക്കപ്പെടുന്നതിന് മുമ്പല്ല കേട്ടോ, പീഡിപ്പിക്കപ്പെടുന്നതിന് ശേഷം പല ആവർത്തി രാഹുൽ മാങ്കൂട്ടത്തിനെ പോയി കണ്ട യുവതി ഇപ്പോഴും ജീവനോടെയുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ പീഡനം നടന്നപ്പോൾ രാഹുൽ വലിയ ക്രൂരനായിരുന്നു. ആ ക്രൂരനായ രാഹുലിനെ അങ്ങോട്ട് പോയി ചെന്ന് കാണുക, അതും പീഡിപ്പിക്കപ്പെട്ടതിന് ശേഷം. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല, എണ്ണിയാലൊടുങ്ങാത്ത അത്രയും തവണ. എന്നിട്ടും യുവതിക്കൊരു പോറൽ പോലും ഏറ്റിട്ടില്ല, ജീവനോടെ ബാക്കിയുണ്ട്. അപ്പോൾ ആ യുവതി പറയാണ് കോടതിയിൽ, ഹൈക്കോടതിയിൽ അല്ല സുപ്രീം കോടതിയിൽ, ഹൈക്കോടതി രാഹുലിന് നൽകിയ ജാമ്യം റദ്ദാക്കണം, കാരണം അയാൾ പുറത്തുണ്ട്, അതുകൊണ്ട് അയാൾ എന്നെ കൊല്ലും. എന്താ കാര്യം എന്നറിയോ? അയാൾ കൊല്ലുന്നതല്ല പ്രശ്നം, കൊല്ലാക്കൊല ചെയ്യുന്നതാണ് പ്രശ്നം. എങ്ങനെയാ കൊല്ലാക്കൊല ചെയ്യുക? കൊല്ലാക്കൊല ചെയ്യുക ഇതുപോലെ. ഇപ്പം നമ്മളൊക്കെ ആദ്യം കേട്ടപ്പോഴെന്തായിരുന്നു? നമുക്ക് പരാതി പുറത്ത് വന്നപ്പോൾ നമുക്ക് എന്തായിരുന്നു മനസ്സിലായത്? അല്ലെങ്കിൽ പരാതി വായിച്ചു നോക്കിയാൽ എന്തായിരുന്നു നമുക്ക്? രാഹുൽ പീഡിപ്പിച്ചു, ഗർഭിണിയാക്കി, നിർബന്ധിച്ചു ഗർഭഛിദ്രം നടത്തി. പക്ഷേ ഈ പരാതി കോടതിയിലെത്തിയപ്പോൾ പീഡിപ്പിച്ചിട്ടില്ല, ബലാത്സംഗം ചെയ്തിട്ടില്ല, നിർബന്ധിച്ച് ഗർഭഛിദ്രവും നടത്തിയിട്ടില്ല എന്ന് ആര് പറയുന്നു? കോടതി പറയുന്നു. എങ്ങനെ കോടതി പറയുന്നു? രാഹുൽ കൊടുത്ത ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, അല്ലേ? അപ്പോൾ അങ്ങനത്തെ രാഹുൽ പുറത്തുണ്ടായി കഴിഞ്ഞാൽ ആ രാഹുലിന് ഈ കേസ് ഇനി മുന്നോട്ട് പോകുന്തോറും ഈ പറഞ്ഞ ആളുകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാതെയാകും. മാത്രവുമല്ല, ഈ കേസിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഇനി വരാനുണ്ട്. അതെപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഈ കേസിൽ കോടതി ഒരു വിധി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വിധി കോടതി പറയുമല്ലോ, അത് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ വിധിയായിരിക്കും.
രാഹുൽ കുറ്റക്കാരനല്ല എന്നുള്ള വിധിയായിരിക്കും. അപ്പോൾ രാഹുൽ കുറ്റക്കാരനല്ലെങ്കിൽ, രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊരു കോടതി വിധി വന്നാൽ ഈ പരാതി പറഞ്ഞ ആളുകളൊക്കെ ആരാകും? ആരെങ്കിലുമൊക്കെ ആകണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വിധി കോടതിയുടേത് പുറത്തു വരും. ഇത് പുറത്തു വരാതെ നിൽക്കൂലല്ലോ. ഇത് ഇതിനുമാത്രം ഒരു എത്രയും പെട്ടെന്ന് ഏറി വന്ന ഒരു 1-2 വർഷം അല്ലേ? അപ്പോൾ അതിനുള്ളിൽ അങ്ങനെ ഒരു വിധി വരും. ആ വിധി വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പരാതി പറഞ്ഞവരൊക്കെ ആരാകും? മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിലിനെ വേട്ടയാടാനുണ്ടായ ആവേശവും ആ ഒരു ഉത്സാഹവും ഒക്കെ കേരളത്തിൻ്റെ പൊതുസമൂഹം കണ്ടതാണ് അല്ലേ? കണ്ടിട്ടില്ലേ? രാഹുലിനെ ക്രൂരനാക്കാൻ, അയാളെ ലൈംഗിക വൈകൃതമുള്ളവനാക്കാൻ, അങ്ങനെ പലതും അയാളെ വേട്ടയാടാൻ വലിയ ഒരു ഉത്സാഹവും വലിയ ഒരു ആവേശവുമൊക്കെ നമ്മളെല്ലാവരും കണ്ടതാ. അപ്പോൾ ഇതൊക്കെ കണ്ട കേരളം ഇനി രാഹുൽ മാങ്കൂട്ടം കുറ്റക്കാരനല്ല, അയാൾ ആരെയും പീഡിപ്പിച്ചിട്ടില്ല എന്നുള്ള ഒരു വിധി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെന്താകും? ഈ കണ്ട ആവേശവും അതിൻ്റെ ഉത്സാഹത്തിൻ്റെയും ഒക്കെ 10 ഇരട്ടി ആവേശങ്ങളും ഉത്സാഹങ്ങളും പലരും കാണേണ്ടി വരൂലേ? വരും. അപ്പോൾ പുറത്ത് നിൽക്കുന്ന രാഹുൽ നിരന്തരമായിട്ട് ഇടപെടുന്നു, കോടതികളിൽ ഇടപെടുന്നു. മാത്രവുമല്ല, രാഹുൽ വളരെ കണ്ണിങ് ആയിട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, രാഹുൽ മാങ്കൂട്ടം വളരെ കൃത്യമായിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ വേഗത്തിലാക്കുവാനുള്ള പല പരിശ്രമങ്ങളും രാഹുൽ മാങ്കൂട്ടം ഒരു ഭാഗത്ത് നിന്ന് നടത്തുന്നുണ്ട്. അതിന് വേണ്ട ഇടപെടലുകൾ രാഹുൽ മാങ്കൂട്ടം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് കോടതിയിൽ വിചാരണ കഴിഞ്ഞ് കോടതി ഒരു വിധി പറയാൻ വേണ്ടി അയാൾ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് പല രീതിയിൽ പല ഇടങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ നോക്ക്, സെഷൻസ് കോടതി ജാമ്യം നൽകിയില്ല, ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷയുമായി പോകുന്നു, അവിടെ ജാമ്യാപേക്ഷയെ എതിർത്ത് കക്ഷി ചേരണമെന്ന് പറഞ്ഞ് പരാതിക്കാരി വരുന്നു, ഒക്കെ കേട്ടിട്ട് കോടതി ജാമ്യം നൽകുന്നു. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് എവിടെ പോകുന്നു? സുപ്രീം കോടതിയിൽ പോകുന്നു. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇതിൻ്റെയൊക്കെ പിന്നിൽ വ്യക്തമായ പലരുടെയും കൈകടത്തലുകൾ ഉണ്ട് എന്നുള്ളത് ഉറപ്പല്ലേ? അല്ലേ? അവിടെയാണ് രാഹുൽ മാങ്കൂട്ടം ഈ പറയുന്ന മറ്റൊരു കാര്യം കൂടി. ഇപ്പോൾ അതിജീവിതമാർ പരാതി നൽകിയിരിക്കുന്നു. എന്താ പരാതിയിൽ പറയുന്നത്? ഫെനി നൈനാനെതിരെയും നിയാസ് മലബാറിക്കെതിരെയുമാണ് പരാതി നൽകിയിരിക്കുന്നത്. അപ്പോൾ പരാതി അതാണെങ്കിലും അതിൽ ദ്രുതഗതിയിൽ അടിയന്തര നടപടിയെടുക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ ഇപ്പോൾ DGPക്ക് രാഹുൽ മാങ്കൂട്ടവും പല പരാതികളും നൽകിയിട്ടുണ്ട്. അതിലൊക്കെ എന്ത് നടപടിയാ എടുത്തത് എന്നാണ് രാഹുൽ ചോദിക്കുന്നത്. എന്താണെങ്കിലും രാഹുൽ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ് സത്യമെന്ന് എല്ലാവരും അറിയട്ടെ. സത്യത്തെ ആരാണ് ഭയക്കുന്നത്? എനിക്ക് ഭയമില്ല. അതുകൊണ്ട് തന്നെയാണ് അയാളുടെ പിന്നിൽ ഇപ്പോഴും ആയിരങ്ങൾ അയാളെ ഇരുകൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നതിൻ്റെ കാരണവും.